ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ മലയാളം ടെക്സ്റ്റിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ഒരു കവിതയാണ്. അതായത് മാപ്പ്, വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാപ്പ് എന്ന കവിത. ഞാൻ നിങ്ങളോട് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് ഓരോ വരിയിലെയും എന്താണ് മീനിങ്സ് വരുന്നത് നോക്കാം. നമ്മൾ ആ വരികൾ വായിക്കാതെ ആ വരികളിൽ വരുന്ന മീനിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കൂടുതലും എക്സാമിന് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഓരോ വരിയിലെയും മീനിങ്സ് ആയിരിക്കും പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവി കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം ധാരാളം കൃതികൾ, അതായത് വാത്മീകി രാമായണം, ഋഗ്വേദം എന്നിങ്ങനെ ധാരാളം കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൂടാതെ ധാരാളം ഖണ്ഡകാവ്യങ്ങളും ചിത്രയോഗം, മഹാകാവ്യം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, ശിഷ്യനും മകനും, അച്ഛനും മകളും തുടങ്ങിയ എല്ലാ ഖണ്ഡകാവ്യങ്ങളും, അതേപോലെ തന്നെ സാഹിത്യമഞ്ജരി എന്ന് പറയുന്ന അതിൻ്റെ 11 ഭാഗങ്ങളുള്ള ഒരു കവിതാ സമാഹാരമുണ്ട്. അതും ഇദ്ദേഹത്തിൻ്റെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ പെടുന്നതാണ് ഇതെല്ലാം. ഇനി ഇതെല്ലാം കൂടാതെ കഥകളിയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരള കലാമണ്ഡലം സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് കിടക്കാം. കവിതയുടെ ഇങ്ങനെ വായിക്കുന്നില്ല, അതിന് പകരം കവിതയിലെ ഓരോ വരികൾക്കും വരുന്ന ആശയങ്ങൾ വായിക്കാം. അപ്പം ആദ്യത്തെ 4 സ്റ്റാൻസ വായിക്കുക, ആദ്യത്തെ 4 വരികൾ വായിക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് മിസ് പറയുന്നത് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 4 വരി വായിക്കുക. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യത്തെ ശ്ലോകം ഒന്നാമത്തേതിനെയാണ് പറയുന്നത്. ആദ്യത്തെ 4 വരികൾ വരുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഫസ്റ്റത്തെ 4 വരികളിലാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. തീവണ്ടി ആപ്പീസിൽ തുടങ്ങിയിട്ട് നീണ്ടു കിടന്നിരുന്നു എന്ന വരെയുള്ളതാണ് കേട്ടോ പറയുന്നത്. നോക്കാം, നമുക്ക് അവിടെ വരെയുള്ളതിൻ്റെ അർത്ഥം നോക്കാം. തൊഴിലാളി വർഗ്ഗത്തോട് മുതലാളിത്ത വർഗ്ഗം കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചും പിന്നീട് അവനെ ഒന്നുമല്ലാതെ വലിച്ചെറിയുന്ന അവരുടെ നിഷ്ഠൂര ഭാവത്തെക്കുറിച്ചുമെല്ലാമാണ് നമ്മുടെ ഈ കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലെ ഓരോ വരികളിലേക്കും പോകാം. ആദ്യത്തെ 4 വരികളിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. പല ദിക്കുകളിലേക്ക് പോകാൻ തിരക്കിടുന്ന യാത്രക്കാർ തിങ്ങിയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം കാണിച്ചുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. സ്റ്റേഷൻ്റെ തീരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു കോണിൽ ഒറ്റയ്ക്ക് ഒരാൾ മലർന്ന് നീണ്ടു കിടക്കുന്നു. യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന പുരുഷാരത്തിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന ഒരു ശരീരം. ഇതാണ് നമുക്ക് ഈ ഒരു കവിതയുടെ തുടക്കത്തിൽ കാണാൻ കഴിയുന്നത്. ഇയാൾ ആരാണ്, എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, ഇങ്ങനെയുള്ള ആകാംക്ഷകൾ വായനക്കാരിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ആദ്യത്തെ വരിയിൽ ഇങ്ങനെയൊരു ചിത്രം, നമുക്ക് ആദ്യത്തെ വരികളിലൂടെ ഇങ്ങനെയൊരു ചിത്രം നമുക്ക് നൽകുന്നത്. അടുത്ത വരികളിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്ന 4 വരികളിലാണ് പറയുന്നത്. ഞെരമ്പെലിം പെന്നിവ എന്നും തുടങ്ങി ഗളിതാംഗ ജ്യേഷ്ഠൻ, അവിടെ വരെയുള്ള വരികളിലാണ് നോക്കുന്നത്. ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം നമുക്ക് എന്താ പറയുന്നതെന്ന്. ഞരമ്പും എല്ലും കൂടി ചേർത്ത് വെച്ച ചുളിഞ്ഞ തോലുകൊണ്ട് പൊതിഞ്ഞാൽ അതൊരു മനുഷ്യനാവുമോ? ആവുമെങ്കിൽ ചലനമറ്റു കിടക്കുന്ന ഇയാളെ മനുഷ്യനെന്ന് വിളിക്കാം എന്നാണ് അദ്ദേഹം നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത്. എന്താണ് പറയുന്നത്? ഞരമ്പും എല്ലും കൂടി ചേർത്ത് വെച്ച് ചുളിഞ്ഞ തോലുകൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആ രൂപമാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു കോലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇയാളൊരു മനുഷ്യക്കോലമാണെന്ന് പറയാൻ തന്നെ പറ്റില്ല. കാരണം ഒരു അസ്ഥികൂടം എന്നേ കണ്ടാൽ തോന്നുകയുള്ളൂ. അത്ര മെലിഞ്ഞുണങ്ങിയ ഒരു രൂപമാണ് അദ്ദേഹത്തിനുള്ളത്. അയാൾ ആ സ്റ്റേഷൻ്റെ മൂലയ്ക്ക് ചലനമറ്റ് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വരി നോക്കാം. നെക്സ്റ്റ് നമുക്ക് 3, 4 വരികൾ, അതായത് 3ാമത്തെ സ്റ്റാൻസയും 4ാമത്തെ സ്റ്റാൻസയും കൂടി ഒന്നിച്ച് പറയാം. കാരണം ചെറിയ ചെറിയ മീനിങ്സ് വളരെ ചെറുതാണ്, അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. കൈച്ചീട്ടു മുതൽ പ്രേതാക്ഷരം ഉച്ചരിച്ചു, അത്രയും വരെ. ഓക്കെ, പ്രേതാക്ഷരം ഉച്ചരിച്ചു അത്ര വരെ കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും വരുന്ന എന്തിനാണ്? ഒരു യാത്ര നടത്താനാണ് അല്ലേ? അപ്പോൾ യാത്ര നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യാത്രാ ടിക്കറ്റ് വേണം. പക്ഷേ ഈ മനുഷ്യൻ എങ്ങനെയാണ് യാത്രാ ടിക്കറ്റ് വാങ്ങുന്നില്ല, വണ്ടിയുടെ സമയം അറിയാനും ശ്രമിക്കുന്നില്ല, അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. എന്ന് പറയുന്നത് തീവണ്ടി പോകാത്ത ഒരിടത്തേക്കാണ് അയാൾക്ക് പോകേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തൻ്റെ മരണയാത്രയിലാണ് എന്നല്ലേ? തീവണ്ടി പോകാത്ത ഒരിടത്തേക്ക് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? മരണയാത്രയിലേക്ക് ആണ് പോകുന്നത് എന്നാണ്. മറ്റ് യാത്രക്കാരെ പോലെ ഈ മനുഷ്യനെ കുറിച്ചും കവി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാവർക്കും തിരക്കുണ്ട്. എല്ലാവരും എന്താണ് ടിക്കറ്റ് എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു തിരക്കുമില്ല. ഇദ്ദേഹം ഒന്നിനും മെനക്കെടുന്നില്ല. അതായത് ഇദ്ദേഹം ഒന്നിനും ശ്രമിക്കുന്നില്ല. ഒരു ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ എവിടേക്കാണ് വണ്ടി എപ്പോഴാണ് വരിക എന്നൊന്നും അറിയാൻ ഇദ്ദേഹം ശ്രമിക്കുന്നില്ല. ഇയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത് ഇയാളുടെ കണ്ണുകൾ എങ്ങനെയാണ്? കുണ്ടിൽ ആണ്ടുപോയി കൊണ്ടിരിക്കുന്ന പോലെയാണ്. അതായത് ഒരു കുണ്ടിലേക്ക് ആണ്ട് കിടക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കാണാൻ. കവിളൊക്കെ ഒട്ടിയിട്ടാണുള്ളത്. ഇനി മൂക്ക് വളഞ്ഞ് മുഖമാകെ വിളർത്തിരിക്കുന്നു. ഈ ലക്ഷണങ്ങൾ നിസ്സഹായനായ ഒരു മനുഷ്യൻ മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണെന്ന് സൂചിപ്പിക്കുന്ന, അതായത് മരണം കാത്തു കിടക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഏതാനും വരികളാണ് ഇവിടെ ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ദരിദ്രനായ ഒരു മനുഷ്യൻ മരണം കാത്തു കിടക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന വരികളാണിത്. പരലോകപാന്തൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന മറ്റുള്ളവരെ പോലെ തന്നെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ എല്ലാവരും പോകുന്നിടത്തേക്കല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും പോകുന്നിടത്തേക്കല്ല ഇദ്ദേഹം പോകുന്നത് എവിടേക്കാണ്? മരണത്തിലേക്കാണ് എന്നാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വരുന്ന 2 വരികൾ നമുക്കൊന്നിച്ച് നോക്കാം. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മളൊക്കെ ഡ്രസ്സുകളും എല്ലാം എടുത്തു വെക്കും അല്ലേ, ഓരോ ദിവസത്തേക്ക് വേണ്ടതൊന്നും. പക്ഷേ ഇദ്ദേഹത്തിന് എങ്ങനെയാണ്? ഇദ്ദേഹം ദീർഘയാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഇയാൾക്ക് കുപ്പായമോ കുടയോ മാറ്റാനൊരു ഡ്രസ്സോ ചെരുപ്പോ ഒന്നുമില്ല. ആകെയുള്ളത് അരയ്ക്ക് ചുറ്റിയ ഒരു കീറത്തുണി മാത്രമേ ഉള്ളൂ. മരണം പരലോകത്തേക്കാണെന്ന കൽപ്പന വികസിപ്പിക്കാൻ വേണ്ടിയാണ് കവി ഈ വരികളിലൂടെ ഇങ്ങനെ നമുക്ക് വിശദമാക്കി തരുന്നത്. ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ നല്ല കുപ്പായവും ചെരുപ്പും ഒക്കെ കൂടെ കാണും. പക്ഷേ തിരിച്ചു വരവില്ലാത്ത യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഈ പാവത്തിന് സമ്പാദ്യവും ഒന്നുമില്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തിന് ആകെയുള്ളത് എന്താണ്? ഒരു കീറത്തുണി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിൽ
ചുറ്റിക്കിടക്കുന്ന ഒരു കീറ തുണി മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. കീറി പറഞ്ഞതും എല്ലാമായിട്ട് നിൽക്കുന്ന ഒരു ദാരിദ്ര്യാവസ്ഥയാണ് നമുക്കിവിടെ കവി കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് കാണിക്കുന്നത്. ഇനി പറയുന്ന വരികൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് കാരണം, അതായത് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ദരിദ്രനാക്കിയത് ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ കഷ്ടതയ്ക്ക് കാരണം ആരാണ് എന്നാണ് അടുത്തത് പറയുന്നത്. ഇദ്ദേഹത്തെ ആരാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്, പിശാചിനെ പോലെ അത്യാഗ്രഹിയായിട്ടുള്ള ഒരു മുതലാളി വർഗ്ഗമാണ്, അല്ലെങ്കിൽ ഒരു മുതലാളിയാണ് ഈ പാവത്തിനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ, അതായത് മുതലാളിയുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ചോരയും നീരും എല്ലാം ഊറ്റിയെടുത്ത് അവസാനം ഇദ്ദേഹത്തിന് പണിയെടുക്കാൻ കഴിയില്ല എന്ന് കണ്ടിട്ട് ഇദ്ദേഹത്തെ ദുരിതത്തിലേക്ക് വലിച്ചെറിഞ്ഞതായിരിക്കാം. അതായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു തൊഴിലാളി ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടി, ഇങ്ങനെ യാതനയൊക്കെ അനുഭവിച്ച് ഇവിടെ കിടക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് മുതലാളിത്ത വർഗ്ഗത്തിനെ നേരിട്ട് അദ്ദേഹം കവി നമ്മുടെ ഈ ഒരു കവിതയിലൂടെ നേരിട്ട് ഇങ്ങനെയാണ് മുതലാളി വർഗ്ഗം ഉള്ളത് എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. പാവങ്ങളോട് അല്പം പോലും കാരുണ്യമില്ലാത്ത, മുതലാളിമാരുടെ കണ്ണിൽ ചോരയില്ലാത്ത ഈ പണക്കൊതിയാണ് ലോകത്ത് ഇത്രയധികം ദാരിദ്ര്യം വിളമ്പി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം ദാരിദ്ര്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു കടന്നുകയറ്റം, അതായത് ഈ ഒരു ധനികരുടെ ഈ ഒരു ക്രൂര മനോഭാവം, അതിനെ ചെറുക്കുക എന്നതാണ് ഈ കവിതയിലൂടെ നമുക്ക് വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞു തരുന്നത്. നോക്കാം, ബാക്കി വരികൾ നമുക്ക് നോക്കാം. അടുത്ത 2 സ്റ്റാൻസസ്, അതായത് 8 വരികൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന വരികളാണ് മേലാൾക്കു പൂമ്പട്ട് കിടക്ക തുന്നി എന്നു മുതൽ താനായി വരാം വീണു കിടക്കും ഇയാൾ, അത്രയും. ഓക്കെ, 2 സ്റ്റാൻസ്, അതായത് 8 വരികൾ നോക്കാം. അതായത് പ്രഭുക്കന്മാർ വിശിഷ്ട വസ്ത്രങ്ങളും അല്ലെങ്കിൽ വിശിഷ്ട വിഭവങ്ങളെല്ലാം കഴിച്ച് മണിമേടകളിൽ സുഖിച്ച് ജീവിക്കുന്നു. പക്ഷേ അവർക്ക് സ്വർഗീയ സുഖങ്ങളെല്ലാം ഒരുക്കാൻ ആര് കഷ്ടപ്പെടണം? ഈ ഒരു ദാരിദ്ര്യവർഗ്ഗം, അല്ലെങ്കിൽ വിശപ്പിൻ്റെ നാറ്റം സഹിച്ച് ഇവരെന്ത് ചെയ്യണം? ഈ ഒരു ദാരിദ്ര്യവർഗ്ഗം കഷ്ടപ്പെടണം. ഇങ്ങനെയുള്ള മുതലാളിക്ക് കിടക്കാൻ പട്ടുകിടക്ക തുന്നി കൈ കഴച്ച പാവം തൊഴിലാളിക്ക് കിടന്നു ചാവാൻ പോലും ഒരു കിടക്കയോ അല്ലെങ്കിൽ ഒരു കട്ടിൽ പോലും ഇല്ല. അവൻ എങ്ങനെയാണ് കിടക്കുന്നത്? നിലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അവസാനം നിരന്തരം അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് പട്ടിണിയും കഷ്ടപ്പാടും മാത്രമാണ് ഉള്ളത് എന്നും ഈ കവിതയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് അവൻ്റെ അധ്വാന ഫലം അനുഭവിക്കുന്നതിന് മേലനങ്ങാതെ ജീവിക്കുന്ന മുതലാളി വീരന്മാരാണെന്നും പണിയെടുക്കുന്നവന് എന്നും പട്ടിണിയും ശരീരം വിയർക്കാത്ത ധനികനാവട്ടെ സകല സുഖ സൗകര്യങ്ങളോടും കൂടിയും ജീവിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു 4 വരികളിൽ, ആദ്യത്തെ 4 വരികളിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, അച്ഛനമ്മമാരും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ചിലപ്പോൾ ഇദ്ദേഹത്തിനും ഉണ്ടാകാം. ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗ്യം കെട്ടിട്ടുള്ള ഒരു മകനായിരിക്കാം, അല്ലെങ്കിൽ ആ വീട്ടിലെ ഏക ആശ്രയമായിരിക്കാം ഈ മനുഷ്യൻ. ഇയാൾക്ക് ഇവിടെ കിടന്ന് മരിക്കുന്നതോടെ ഒരു കുടുംബം അനാഥമായി തീർന്നിരിക്കാം ചിലപ്പോൾ എന്നെല്ലാം നമ്മളെ കവി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അവശനായ ഈ മനുഷ്യന് ആരൊക്കെയോ പ്രിയപ്പെട്ടവനായിട്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവനായിട്ടോ ആയിരിക്കാം ഇദ്ദേഹം ഉണ്ടായിരിക്കുക എന്നും നമുക്ക് കവി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി ലാസ്റ്റത്തെ 3 സ്റ്റാൻസാസ്, അതായത് അപ്പുറം മൂലം ചിലർ മാറി നിന്ന അവിടം തൊട്ടിട്ട് ചുടുകാട്ടിൽ മാത്രം, അതായത് ലാസ്റ്റ് വരി വരെ. ഓക്കെ, ഇനിയുള്ള വരികളിൽ പറയുന്നത് മരണം കാത്തു കിടക്കുന്ന ഈ ഒരു തൊഴിലാളിക്ക് നേരെ അതിലേക്കൂടെ പോകുന്ന മറ്റ് യാത്രക്കാരുടെ പ്രതികരണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ചിലർ അറപ്പുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. ചിലർ അയാളുടെ ശരീരം മലിനവും ദുർഗന്ധവുമാകുന്നതിനാൽ ചില യാത്രികർ കഷ്ടം എന്ന ഒറ്റ വാക്കിൽ മനസ്സലിവ് ഒതുക്കി. ചില പ്രമാണിമാർ ഇതൊരു കൗതുകം പോലെ കണ്ട് ചിരിച്ച് എന്താണ് ഇയാൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്ന രീതിയിലാക്കി. പാവം, ഇത് ചാവാൻ പോവുകയാണോ എന്ന് മറ്റു ചിലർ. അങ്ങനെ ഓരോരുത്തരും ഓരോ വാക്കുകൾ പറയുകയാണ് അദ്ദേഹത്തെ കണ്ടിട്ട്. ഭൂമിയിൽ ജനിച്ചാൽ മരിക്കുന്നത് സാധാരണമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കഷ്ടപ്പെടുത്തി, തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ആരോരുമില്ലാതെ കിടക്കേണ്ടി വരുന്നൊരവസ്ഥ വളരെ ദയനീയമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി അടുത്ത വരികളിൽ അദ്ദേഹം പറയുന്നത് മരണം എന്നത് ലോകസാധാരണം തന്നെയാണ്. ആർക്കും വേണ്ടാതെ ഇങ്ങനെ വഴിയരികിൽ കിടക്കുന്ന മനുഷ്യനും അദ്ദേഹം ആർക്കോ വേണ്ടിയിട്ട് ഒരുപാട് നാൾ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. തൻ്റെ വിയർപ്പ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുക്കിയ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അത് അദ്ദേഹത്തിന് ആരും ഇല്ലാതെയായിരിക്കുന്നു. ശരിക്കും നമ്മുടെ ഈ ഒരു ഭൂമി, അല്ലെങ്കിൽ നമ്മുടെ നാടെന്ന് പറയുന്നത് ശരിക്കും ഒരു ശ്മശാനമായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യർ തമ്മിൽ പൊരുത്തമില്ലാതെ പല തട്ടുകളിലായി ചിന്നിച്ചിതറി കിടക്കുന്നു. അതിനാൽ ശവശരീരങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ ഒരു ശ്മശാനം മാത്രമാണ്. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ശ്മശാനം മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം നമുക്ക് ഈ വരികളിലൂടെ പറഞ്ഞു തരുന്നത്. ദരിദ്ര തൊഴിലാളി വർഗ്ഗം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെ തുറന്നു കാട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനെ ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അതായത് വിശപ്പിൽ വീണ് മനുഷ്യൻ മരിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും അല്ലെങ്കിൽ സൽപ്പേരിനും കളങ്കമുണ്ടാകുന്നതാണ് എന്ന് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിത. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് വരുന്നത്, അത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഓരോന്നും നോക്കാം. നമുക്ക് തീവണ്ടി ആഫീസിൽ കിടക്കുന്ന മനുഷ്യനെ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? നമുക്കറിയാം, എല്ലും തോലുമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു മനുഷ്യക്കോലം, ഒരു തോല് അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയാൽ അത് മനുഷ്യക്കോലമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നെല്ലാം ചോദിച്ചിട്ടുള്ള വരികൾ നമ്മൾ കണ്ടുള്ള ഏറ്റവും ആദ്യം. പിന്നെ വരുന്ന ക്വസ്റ്റ്യനാണ്, മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ ഈ നിലയിൽ എത്തിച്ചത് ആരായിരിക്കും? അതിന് ആരാണ് എത്തിച്ചത്? മുതലാളി വർഗ്ഗമാണ് അല്ലേ? ഞാനിവിടെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത് നോക്കേണ്ട, അതിനനുസരിച്ച് നമ്മൾ ആ ഒരു വരികളിലൂടെ പോയിട്ട് തന്നെ ആൻസർ എഴുതണം കേട്ടോ. തൊഴിലാളികളുടെ ദാരിദ്ര്യത്തിൻ്റെ മൂർധാവസ്ഥ വിവരിക്കുന്ന കുറേ ഭാഗങ്ങൾ ഈ ഒരു വരികളിലുണ്ട്. അത് എങ്ങനെയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത്, തീവണ്ടി ചെല്ലാത്തിടത്തേക്കുള്ള യാത്രയാണ് എന്ന്, അതൊരു സങ്കല്പികം മാത്രമാണ്. അതായത് സങ്കല്പത്തിൻ്റെ അർത്ഥവും ഔചിത്യവും വിശദമാക്കുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. തീവണ്ടി ചെല്ലാത്തിടത്തേക്കുള്ള യാത്രയാണ് ആ ഒരു മനുഷ്യൻ നയിക്കുന്നത്, അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദരിദ്രൻ്റെ കുടിലിനെ അഭഗ്യവത്ത് എന്ന് വിശേഷിപ്പിച്ചു. അതായത് അഭഗ്യവത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യമില്ലാത്തത് എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കവിതയിലെ സാമൂഹ്യ വിമർശനത്തിൻ്റെ തലങ്ങൾ അപഗ്രഥിക്കുക. നമുക്ക് ഈ കവിത നല്ലോണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള വശങ്ങൾ, വിമർശനത്തെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് എഴുതാൻ കഴിയുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സാരാംശം മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക്
വാക്ക് കൃത്യമായിട്ട് കേൾക്കുക. 1-2 തവണ ഇട്ട് കേൾക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ആവും. ഓക്കെ, അത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാപ്പ് എന്ന കവിത. നോക്കണം കേട്ടോ.